കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ മഹത്വ പ്രതാപത്തോടുകൂടി എഴുന്നള്ളി വരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ, സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ ആരാധന. കരങ്ങൾ ഉയർത്തി ഈശോയേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ കരങ്ങളുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിശക്തമായി സ്തുതിക്കട്ടെ. കരങ്ങളുയർത്തി സ്തുതിക്കുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. മനമുയർത്തി സ്തുതിക്കട്ടെ. ജീവൻ നൽകാൻ വരുന്ന ദൈവം ഇതാ നിന്റെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ ഉടമ്പടി നിയോഗങ്ങളെ സ്പർശിക്കാൻ ഈശോ ഇതാ എഴുന്നള്ളി വന്നിരിക്കുന്നു. നിന്റെ രോഗദുരിതങ്ങളിലേക്ക്, നിന്റെ കടഭാരങ്ങൾ ഏറ്റെടുക്കാൻ, നിന്നെ ആശ്വസിപ്പിക്കാൻ ഇതാ ഈശോ എഴുന്നള്ളി വന്നിരിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധിക്കട്ടെ. ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി, ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ദിവ്യകാരുണ്യ ഈശോയെ നോക്കിക്കൊണ്ട് കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും അവരുടെ നിയോഗങ്ങളുടെ മേലും കർത്താവിന്റെ ജയം നിറയെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ഉടമ്പടിയെടുത്ത ഓരോ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഓരോ കുടുംബങ്ങളെ സമർപ്പിച്ചിട്ടുള്ള 6 നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരാധിച്ചിടുന്നു യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. ദൈവകാരുണ്യ ഈശോ ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങളുടെ മേല് കർത്താവിന്റെ കൃപ ചൊരിയപ്പെടുവാൻ അഭിഷേകത്തോട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കൃപാസന പ്രത്യക്ഷയായ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുക്കുവാൻ തിരുസഭയുടെ മേൽ ആത്മാവ് നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. നിൻ തിരുമുൻപിൽ നിന്നിടുമ്പോൾ യേശുവേ ആരാധന. നിന്റേതായി തീർന്നിടുമ്പോൾ നിൻ തിരുമുൻപിൽ നിന്നിടുമ്പോൾ നിന്റേതായി തീർന്നിടുമ്പോൾ ദുഃഖങ്ങളില്ല ഭാരങ്ങളില്ല പ്രത്യാശയൊന്നു മാത്രം പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, അതായത് ദൈവവുമായിട്ടുള്ള ബന്ധം ഏറ്റവും വലിയ പ്രലോഭനത്തിന് എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ ഏറ്റവും മനുഷ്യനുണ്ടാകുന്ന പ്രലോഭനമല്ല, ഏറ്റവും വലിയ നഷ്ടമെന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് എ ഗ്രേറ്റ് ലോസ് ഹാപ്പൻ ടു ദി ഹ്യൂമാനിറ്റി? ഒരു വ്യക്തിക്ക് സംഭവിക്കാൻ പറ്റിയ, ഒരു പേഴ്സൺ സംഭവിക്കാൻ പറ്റിയ ഏറ്റവും ഗ്രേറ്റ് ലോസ് എന്താ? ഏറ്റവും വലിയ ലോസ് എന്ന് പറയണത് പലപ്പോഴും ദൈവത്തെ നഷ്ടപ്പെടുന്നതാണ്. പക്ഷേ എപ്പോഴാണത് ലോസാകണത്? നമുക്കത് തോന്നണം. എപ്പോഴും ഒരു അപകടം സംഭവിക്കുന്നത് എന്താണ്? ദൈവത്തെ നഷ്ടപ്പെട്ടാൽ അതറിയാത്ത ഒരവസ്ഥ വരും. അതാണ് ഏറ്റവും വലിയൊരു മനുഷ്യൻ്റെ ദുരന്തം. ദൈവത്തെ നഷ്ടപ്പെട്ടു, പക്ഷെ നമുക്ക് അറിയത്തില്ല. നഷ്ടപ്പെട്ട കാര്യം അറിയത്തില്ല. ആദ്യകാലങ്ങൾക്ക് അറിയും, പിന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ലെവലാണ്. അത് വേറൊരു ലെവലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ക്രൈസിസ്, ഒരു ഹെവി ഡ്യൂട്ടി വിഷയം വരുമ്പോഴാണ് നീ പഠിക്കാൻ പോണത്. നിന്നെ ദൈവത്തിന് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ദൈവം നിനക്കൊരു ഹെവി ഡ്യൂട്ടി വിഷയം തരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഇവിടെ. ട്രീസായാണ് മറ്റൊരുന്നാവുന്നതാണ്. എനിക്കവിടെ സാക്ഷ്യം വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. നിങ്ങളത് യൂട്യൂബിൽ നോക്കണേ. അവിടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ 38 വർഷമായിട്ട് ഇവർക്ക് ബ്ലീഡിങ് ആണ്. 38 വർഷമായിട്ട്. അതായത് ഒരു ചെടുത്തി, അവർക്കൊരു 45 50 വയസ്സ് കാണുമായിരിക്കും. അങ്ങനെ അവർക്ക് 38 വർഷമായിട്ട് ബ്ലീഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ തന്നെ പീരീഡ്സ് ആണെങ്കിൽ തന്നെ ഒരു 2 3 4 5 ദിവസം കഴിഞ്ഞാൽ ആൾക്കാർ അടുക്കൽ ഭാഷത്തിൽ ഒരു അച്ഛാവ് ഒന്ന് പ്രാർത്ഥിച്ച് ബ്ലീഡിങ് നിൽക്കണില്ലെന്ന് പറയും. കാര്യം വെച്ചാൽ എന്താ പ്രശ്നം വെച്ചാൽ അവർക്ക് മനസ്സിലായി എന്തോ സംതിങ് മിസ് ചെയ്തിട്ടുണ്ടെന്നറിയാം. ഇതെല്ലാം കർത്താവിൻ്റെ കയ്യിലുള്ള കാരണം ഞാനപ്പോൾ തന്നെ മുട്ടയ്ക്കാൻ പറയും, ബ്ലസ് ചെയ്ത് അത് പ്രാർത്ഥിച്ചു വിടും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് 38 വർഷമായി ബ്ലീഡിങ്. അപ്പോൾ അവരെന്തുമാത്രം സഫർ ചെയ്യുന്നുണ്ടാകും ഒരു ദിവസം. പക്ഷേ ഇങ്ങനെ സഫർ ചെയ്യുമ്പോൾ ഇവരുടെ ഒരു പ്രശ്നമുണ്ട്, ഈ ട്രീസ്റ്റാറുടെ ഒരു പ്രശ്നം. ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ വേദനയൊക്കെ ഉണ്ട്, അടിവയറ്റിലൊക്കെ വേദനയുണ്ട്, പെരിപ്പുണ്ട്, പൊക്കച്ചിലുണ്ട്, പലതരത്തിലുള്ള വിഷമങ്ങളുണ്ടെങ്കിലും ഇതൊന്നും ഇവരുടെ ആധ്യാത്മികതയെ ബാധിക്കണില്ല. ഈ മാസം കേട്ട ഏറ്റവും നല്ല സാക്ഷ്യങ്ങളൊന്നാണ്. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, അതായത് അടിവയറ്റ് വേദനയും ചുരിച്ചിലും പുകച്ചിലും ഒക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും ഇവരുടെ പ്രാർത്ഥനാ ജീവിതത്തെ ബാധിക്കണില്ല. കാര്യം എന്താണ്? ഇവർ ഡെയിലി കമ്മ്യൂണിക്കൻ്റാണ്. അതായത് എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകും. അപ്പോൾ അവർ സാക്ഷ്യം പറയണേ, ഇടയ്ക്ക് എനിക്ക് വേദന, അടിവയറ്റിങ്ങനെ ചുഴന്ന് കുത്തണ കറക്കിത്തിരിക്കണ വേദന വരും. അപ്പോഴും ഞാൻ പതുക്കെ നടന്ന് കർത്താവിൻ്റെ അടുത്ത് പോകും. അത് കേൾക്കണം ആ സാക്ഷ്യം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാനോർത്ത് ദൈവമേ, ഒരു കാര്യം സത്യം കേട്ടോ, അതായത് നമ്മുടെ ചില ചേച്ചിമാരൊക്കെ
സ്വർഗത്തിലെത്തുമ്പോൾ അല്പോത്സാമ സ്തുതി പറയും. കാര്യം അതൊക്കെ മേലെയാണ് ചില ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ വഴികളിൽ വീരരക്തസാക്ഷികളായ വ്യക്തികൾ കേരള സഭയുടെ ആസ്തിയാണ്. അതല്ലേ ഇപ്പോൾ സഭയിൽ ഇത്തിരി ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടും സഭ ഇങ്ങനെ അടിച്ചു പിടിച്ചിരിക്കുന്ന കാര്യം എന്താണ്? ഇങ്ങനെ കുറേ കുടുംബക്കാരുണ്ട് വീട്ടിൽ, ദൈവമേ സഭയെന്നും പറഞ്ഞ് ജീവിക്കുന്നവർ. അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് സഭയുടെ വിശുദ്ധിക്ക് വേണ്ടി ഒരു കാഴ്ച വെക്കുന്നത്. കൊളോസ്യ ലേഖനം 1:24 ഒരു അടിപൊളി വചനമുണ്ട്. എന്ത് പറയണത്? ഒന്ന് ഏറ്റു പറഞ്ഞ്, നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികർത്തുന്നു. അപ്പോൾ ഓരോരുത്തരുടെ വേദനയില്ലേ, ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഓരോ തരത്തിലെ ശാരീരിക വേദനകളെല്ലാം എന്തിനു വേണ്ടിയാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്? വിശുദ്ധ പൗലോസ് സഭയാകുന്ന ശരീരത്തെ പ്രതി യേശുക്രിസ്തു സഹിച്ച പീഡകളുടെ കുറവ്. സഭയാകുന്ന ശരീരം എന്ന് പറയുമ്പോൾ സഭയ്ക്ക് നമുക്കറിയാമല്ലോ, ഈശോയ്ക്ക് 2 ശരീരമുണ്ട്. ഒന്ന് മൗലിക ശരീരം, ഈശോ തന്നെയാണ് മൗലിക ശരീരം, സഭയുടെ ശിരസ് അല്ലേ. നമ്മുടെ സഭ നമ്മളെന്താണ്? ഭൗതിക ശരീരം, ബോഡി. നമ്മളെ ബോഡിയും കർത്താവ് നമ്മുടെ ശിരസ്സും അല്ലേ. അപ്പോൾ ഈ സഭയാകുന്ന ശരീരത്തെ പ്രതി ക്രിസ്തുവിനുണ്ടാകുന്ന ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ്. അപ്പോൾ പീഡകൾക്ക് കുറവ് എങ്ങനെ ഉണ്ടാകണത്? സഭയാകുന്ന ശരീരമെന്ന് പറയണത് കാലത്തിനൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. യു ഗോട്ട് ദ പോയിന്റ്, മനസ്സിലായില്ലേ? ഈ സഭയാകുന്ന ശരീരത്തിനെ പ്രതി സഭയാകുന്ന ശരീരം ഇപ്പോൾ 2022 കൊല്ലം കൊണ്ട് സഞ്ചരിച്ചു കഴിഞ്ഞു. ഇനിയും ആയിരക്കണക്കിന് കൊല്ലം സഭയാകുന്ന ശരീരം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഈ സഭയാകുന്ന ശരീരത്തിന് പ്രതി യേശുക്രിസ്തു അനുഭവിച്ച പീഡകളുടെ കുറവ് ആരാണ് അനുഭവിക്കേണ്ടത്? വിശ്വാസികളാണെന്നാണ് പറയണത്. അതാണ് സംഭവം. ഈ മറ്റു ട്രീസായൊക്കെയുടെ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ച ഇതാണ്, മറ്റു ട്രീസ അതായത് അവർക്കിങ്ങനെ ബ്ലീഡിങ് ഇങ്ങനെ ധാരയായിട്ട് നിൽക്കുമ്പോഴും ധാര തന്നെയില്ല, ഒരിക്കലും ഇവരിങ്ങനെ താടി മേശയിലിങ്ങനെ വെച്ചുകൊണ്ട് അച്ഛൻ്റെ ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാനവർക്ക് ഈ മനുഷ്യന്മാർ അതായത് ആദ്യ ചൊവ്വാഴ്ച ധ്യാനം ഇവർ കൂടണം. ഈ ബ്ലീഡിങ് ഉള്ള രോഗി എങ്ങനെ കൂടണത്? അവർ മേശയുടെ അരികെ മുട്ടയിൽ നിന്നിട്ട് മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിട്ട് കൈ പരിശുദ്ധ കുർബാന നിൽക്കുന്ന പോലെ കൈ കുപ്പിക്കൊണ്ടാണ് ഈ മറ്റു ട്രീസ ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു മെസ്സേജ്. എന്താ കാരണത്? 38 കൊല്ലമായിട്ട് രോഗമുണ്ടായിരുന്ന ഒരു സ്ത്രീയെ കർത്താവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ ഇവിടെ ഇരിക്കണം, ഞാൻ ഇവിടെ ഇരിക്കണം, എൻ്റെ പുറകിൽ അമ്മ നിൽക്കണം. ഇവർ ട്രീസ എവിടെയോ, അവരെവിടെയാണ് മറ്റൂര്, അതെവിടെ നിൽക്കണത്? എവിടെയാ അത്? അങ്കമയ്യ. അവിടെയാ. അപ്പോൾ അവിടെ അവർ അവരുടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയും അവരിപ്പോൾ അങ്കമാലിലല്ല അമേരിക്കയിലായാലും യേശുവിനെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ്? അരികിൽ തന്നെയാണ്. അവർ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറയണത് കണ്ട, അവൾ ബ്ലീഡിങ് ആയിട്ട് പോലും മുട്ട എന്ന് പ്രാർത്ഥിക്കുകയും എന്നിട്ട് എനിക്ക് മെസ്സേജ് തരും, അവളെ ഞാൻ ഹീലാക്കിയിട്ടുണ്ട്, അത് അവളോട് പറയാൻ പറയും. അവളെ ഞാൻ ഹീലാക്കിയിട്ടുണ്ട്, അവളോട് പറയാൻ പറയും. അപ്പോൾ എനിക്ക് ട്രീസായുടെ ഫിഗർ കിട്ടും. ഞാൻ പറഞ്ഞു ഇങ്ങനെ വയറ്റിൽ നിന്ന് ഒരു കല്ല് പോലൊരു സാധനം വരണം, വയറ്റിൽ നിന്ന് കല്ല് പോലൊരു സാധനം വരുന്നു, അതിൻ്റെ വേദന പുകച്ചിരി ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നു, എന്നിട്ട് അത് ചുങ്ങിപ്പോകുന്നു, എന്നിട്ട് ആ വേദന അത് പൂർണ്ണ ഒരു തൊലി ഇങ്ങനെ മാറ്റിയിട്ട് ആ കല്ല് മാറ്റുന്നതായിട്ട് ഈശോ കാണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഓപ്പറേഷൻ വേണ്ടി വരും, അതിന് ആ വ്യക്തി ഓപ്പറേഷൻ വിധേയമായിട്ട് ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് റിലീവ്ഡ് ആകാൻ പറയും. അപ്പോഴും മനസ്സിലായപ്പോൾ അവർക്ക് മനസ്സിലായി. അവരിങ്ങനെ താടിയൊക്കെ മേശപ്പുറത്ത് വെച്ചിട്ട് ഈ പ്രസംഗം കേട്ടോണ്ട് ധ്യാനം കേട്ടോണ്ട് ഭക്തിയോടെ ഇരിക്കുക. അപ്പോഴാണ് അവളുടെ കാര്യം ഈശോ പറയണത്. അവളുടെ കാര്യം ഈശോ പറയണത് എന്താ പറയണത്? അവളുടെ വയറ്റിൽ നിന്നൊരു കല്ല് പോലൊരു സാധനം വരുന്ന വെച്ചപ്പോൾ 2 ദിവസത്തിന് മുമ്പ് ഈ സാധനം വന്നു. വയറ്റിൽ നിന്ന് യൂട്ടസിൽ നിന്ന് ഇറങ്ങിയിട്ട്
ജനനേന്ദ്രത്തിൽ കൂടി പുറത്തേക്ക് വരികയാണ് കല്ല്. വല്ലാത്ത വേദനയാണ്, വല്ലാത്ത വേദനയാണ്. എന്നാൽ കല്ലല്ല ശരിക്കും പറഞ്ഞാൽ ഒരു കടുത്ത ഒരു വിരൽ പോലെ ഇരിക്കുന്ന, ഞാൻ ഇത് കൃത്യമായിട്ട് കാണിച്ചൊക്കെ പറയുന്നുണ്ട്, വിരൽ പോലെ ഇരിക്കുന്ന ഒരു വസ്തുവാണ് ഇറങ്ങി വരുന്നത്. അപ്പം അത് എത്രയും വേഗം ഓപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ ഈശോ പറയുകയാണ്. അപ്പോഴെന്നുവെച്ചാൽ ഒരു വ്യക്തിയുടെ വളരെ പ്രൈവറ്റായിട്ടുള്ളൊരു വിഷയമാണത്. അതുപോലും ഈശോ എത്ര ശ്രദ്ധയോടെയാണ് ഇരിക്കണത്. പക്ഷേ എന്തുകൊണ്ടാണ്? ട്രീസായുടെ നിലവാരമാണത്. അവളതിന് പേയ്മെൻറ്റ് ചെയ്യാൻ തയ്യാറാണ്. അവൾ ഈ ബ്ലീഡിങ് വെച്ചുകൊണ്ട് അവൾ ഈ ആരാധന കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈശോ എന്ന് വെച്ചാൽ അവൾക്ക് ഈശോ തന്നെയാണ്, വേറെ ഒന്നുമല്ല. നമുക്ക് ഈശോ എന്ന് പറയുമ്പോൾ നമ്മുടെ കാര്യം സാധിച്ചിട്ട് പിന്നീട് യൂസ് ആൻഡ് ത്രോ ആയിട്ട് എറിഞ്ഞു കളയാൻ പറ്റിയ എന്തോ സാധനമാണ്. അതാണ് വിഷയം. പല ആൾക്കാർക്ക് അടിപ്പം പറ്റിയിരിക്കണ ഇതാണ്. എല്ലാവർക്കും അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ആ അനുഗ്രഹിക്കണ ആ സമയത്തൊക്കെ എല്ലാം വലിയ പഞ്ചപുച്ഛം ഉടച്ച് ഒച്ചാനിച്ച് കർത്താവിൻ്റെ കൂടെ ഇങ്ങനെ ഈ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടി നക്കി വാലാട്ടിക്കൊണ്ട് നടക്കുന്ന പോലെ ഒരാഴ്ച വാലാട്ടിക്കൊണ്ട് നടക്കും. അതിനുശേഷം ഗുഡ് ബൈ പറയും. അവരവരുടെ വഴിയായി, അവരുടെ രീതിയായി, അവരുടെ പഴയ മനുഷ്യനായി. അപ്പോൾ ഇങ്ങനെ വരണ കൊണ്ട് പക്ഷേ ട്രീസ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ഉടമ്പടി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഉടമ്പടി ചെയ്യുമ്പോഴും ഇത്രയും വലിയ വിഷയം ചെയ്യുമെന്ന് ഈ ട്രീസക്ക് അറിയത്തില്ല. പക്ഷെ അറിഞ്ഞാലും അറിഞ്ഞാലും ഈ ഉടമ്പടി ധ്യാനം മനസ്സുറച്ചവർ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, എന്താണ് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അവൾ ഇനി വേദനിക്കേണ്ട കാര്യമില്ല, അവളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കും. അതായത് ഈശോ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ, അതായത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ കർത്താവിനെ അറിയാം, നമ്മുടെ ഉടായ്പകളെല്ലാം അറിയാം. കാര്യം ഇത് തൽക്കാലത്തേക്ക് വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയുള്ള ഉടമ്പടി എടുക്കലും പൊക്കലും ഒക്കെയാണ്. അത് കഴിയുമ്പോൾ പണ്ടത്തെ ആൾ തന്നെയായിരിക്കും നീ എന്നുള്ളത് ഈശോയ്ക്കറിയാം. ഇനി ഉടമ്പടി എടുത്താൽ തന്നെ നീ വന്ന് സാക്ഷ്യം പറയാൻ തയ്യാറാകത്തില്ലെന്നും കർത്താവിന് അറിയാം. അതുകൊണ്ടാണ് ചില ആൾക്കാരുടെ ഉടമ്പടി താമസിക്കാൻ കാരണം. നിങ്ങളുടെ കയ്യിരിപ്പ് കൊണ്ടാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മറിച്ച് മര്യാദയ്ക്ക് കർത്താവിലേക്ക് ഈ വിഷയം കൊണ്ടുവന്ന് ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് ഈശോയാണ് എല്ലാത്തിനേക്കാൾ വലുതെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെങ്ങനെ ഈശോയെ കാണുന്നു, അതാണ് വിഷയം. ഇപ്പം അന്ധന് കാഴ്ച കൊടുത്തപ്പോൾ കർത്താവ് കണ്ണ് തുറന്നപ്പോൾ നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, മനുഷ്യരെ കാണുന്നുണ്ട്, പക്ഷേ മരങ്ങളെപ്പോലെയൊക്കെ ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും കർത്താവ് അവൻ്റെ കാഴ്ച കൊടുത്ത് പിന്നെയും കണ്ണിൽ തൊട്ട് പ്രാർത്ഥിച്ചോണ്ട് ഇപ്പം എന്ത് കാണും? ഇപ്പം മനുഷ്യരെപ്പോയി കാണുന്നുണ്ട്. അപ്പോൾ മനുഷ്യർ രണ്ട് കാഴ്ച ഉണ്ടാവും. ശരി, ഇപ്പം രണ്ട് കാഴ്ച ഉണ്ടാവും. എന്നുവെച്ചാൽ ദൈവത്തിനെ അറിഞ്ഞതിന് ശേഷം ആദ്യം അറിയുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭവം, പിന്നെ പൂർണ്ണമായി അറിയുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. ഇപ്പോൾ ദൈവത്തിൽ നമ്മൾ വളർന്ന് വരികയാണ്. ഇപ്പം മറ്റു ട്രീസയുടെ വിഷയം എന്താണ്? അവർക്ക് കപ്പാസിറ്റി കാരണം ക്ലെയിമുണ്ട്. കപ്പാസിറ്റി ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും? അവർ ദൈവത്തിൻ്റെ മകളാണ്, അവളുടെ കയ്യിൽ നിന്ന് ഒത്തിരിയേറെ ചിലവഴിച്ചിട്ടുണ്ട്. ഒത്തിരിയേറെ കർത്താവിന് വേണ്ടി വിശ്വാസം, കുറച്ച് കൂടിയ വിശ്വാസമാണ്. കൂടിയ വിശ്വാസം വെച്ചാൽ നമ്മുടെ വിശ്വാസം മെയിൻ്റനൻസ് ഇല്ലാത്ത വിശ്വാസമാണ് നമ്മുടേത്, ഇല്ലേ? ഇപ്പം ഞാൻ കടലിൽ വെഞ്ചരിക്കാനൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർ കടലിൽ ആങ്കറിട്ടിരിക്കണ വള്ളത്തേനെ കൊണ്ടുപോകും, അത് വെഞ്ചരിക്കാൻ പറയും. അപ്പോൾ ഞാൻ വെഞ്ചരിക്കുമ്പോൾ വെഞ്ചരിച്ച് കഴിയുമ്പോൾ ഇവരെന്നെ പറയും, അച്ഛാ ഇത് കയറ്റാനായിട്ടിരിക്കുകയാണെന്ന്. ഞാൻ ഇവിടെ ഇതിന് മുരിങ്ങ പിടിച്ചിരിക്കുകയാണെന്ന്. കുറേ നാൾ കായലിൽ കിടന്ന് കഴിയുമ്പോൾ മുരിങ്ങയെന്നും പറഞ്ഞൊരു തരം പുഴുണ്ട്, കക്കായൊക്കെ പിടിച്ചിരിക്കും. അത് വള്ളത്തിന് ദൂരം ഉണ്ടാക്കും. അപ്പോൾ അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ ആധ്യാത്മിക ജീവിതം മുരിങ്ങ പിടിച്ചതായിരിക്കും. അത് പറിച്ചു കഴിയുമ്പോൾ ഒരു ദൂരം ഉണ്ടാവും. ഇതാണ് വിഷയം വേണ്ടത്. അതല്ലാതെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ രീതിയിൽ പോകുന്നു. അതായത് നമുക്കൊരിക്കലും ഇങ്ങനെ പാർട്ട് ടൈം ക്രിസ്ത്യൻസായിട്ട് പോകാൻ പറ്റത്തില്ല. ആധ്യാത്മിക ജീവിതത്തിൽ ഷിഫ്റ്റുമില്ല. ഉച്ചവരെ ഒരു ബാച്ച്, ഉച്ച കഴിയുമ്പോൾ വേറൊരു ബാച്ച്, അങ്ങനെ ഒന്നുമില്ല. അതായത് ഇതെല്ലാം ദൈവത്തിലുള്ള ഒരു നിലപാട്, ഒരു നയം, ഒരു സമീപനം. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സത്യസന്ധമായി അങ്ങയുടെ കൂടെ എല്ലാ അർത്ഥത്തിലും സഞ്ചരിക്കുവാനും സഹവസിക്കാനും ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും സാക്ഷ്യം നൽകാനും എന്നെ അഭിഷേകം ചെയ്യാനും ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ,
ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എന്നുള്ളിൽ വാഴാൻ യേശുവേ ആരാധന. കർത്താവയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന മക്കള് ഇപ്പോൾ തത്സമയ നിയോഗം സമർപ്പിക്കുന്നവര് യേശുവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ അഭിഷേകത്തിൻ്റെ നിറവിലെ ഉടമ്പടി ചെയ്ത വിഷയങ്ങളുടെ മേലും ഉടമ്പടി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആ ഉടമ്പടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിൻ്റെ മേലും ദൈവിക ഇടപെടലുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. യൂട്രസിന് വേദനയുള്ളവരെ, യൂട്രസിന് സിസ്റ്റുള്ളവരെ, ഗർഭാശയത്തിന് അതുപോലെ മിസ് പ്രഗ്നൻസി സംഭവിച്ചിട്ടുള്ളവരെ, അല്ലെങ്കിൽ ട്യൂബിൽ ഗർഭം ധരിച്ചിരിക്കുന്നവരെ, ഇതുവരെ മക്കളില്ലാത്തവരെ എല്ലാം അടിപറ്റി കൈവെക്കട്ടെ. ഈ ആരാധനയിൽ കർത്താവ് നിന്നെ സ്പർശിക്കാം. അതുപോലെ തന്നെ പിസ്റ്റുല രോഗികൾ, പിസിഒഡി രോഗികൾ അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. തിരുരക്തത്തിൻ്റെ അഭിഷേകം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥന. ഈശോ കിഡ്നി രോഗികളെ നടുവിന് കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. വെർട്ടിബ്രൽ ഡിസ്ലൊക്കേറ്റ് ആയിട്ടുള്ളവരുണ്ട്. നടുവിലിന് ഡിസ്ലൊക്കേഷൻ സംഭവിച്ചവര്, അതിൻ്റെ കശേരികൾ തെറ്റിക്കിടക്കുന്നവര്, കൊടിയ വേദന അനുഭവിക്കുന്നവര്, മലർന്നു കമന്നു കിടക്കാൻ പറ്റാത്തവര്, അവര് നടുവിനെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ശരീരത്തിൽ മുഴവുള്ളവരെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. കക്ഷത്തിന് താഴെയൊക്കെ മുഴ വന്നിട്ട് നിൽക്കുന്നവരെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അവരെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്വാസകോശ രോഗികള്, ഹൃദയത്തിൻ്റെ രോഗികള്, പതിരയുടെ ശ്വാസകോശങ്ങളിൽ പതിരയിൽ എപ്പോഴും സജ്ജലമായിരിക്കുന്നവരെ, എപ്പോഴും ശ്വാസതടസ്സമുള്ളവരെ, കർത്താവേ നിന്റെ വിശുദ്ധമായ രക്തത്താൽ ശ്വാസകോശ രോഗികളുടെ ശ്വാസകോശങ്ങളെ അങ്ങ് കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈശോ തൊണ്ടയെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശ്വാസകോശങ്ങളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹൃദയത്തിൽ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവേ. നടുവ് രോഗികളെ കർത്താവേ, കിഡ്നി രോഗികളെ കർത്താവേ, പാങ്ക്രിയാസിന് അസുഖമുള്ളവരെ, ഷുഗർ രോഗികളെ, യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം കർത്താവേ. നന്ദി കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. അരികിൽ വരണമേ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ നന്ദി കർത്താവേ. സൗഖ്യത്തിൻ യേശുവേ നന്ദി കർത്താവേ. സ്പർശിച്ച നന്ദി പറയുന്ന കർത്താവേ. കർത്താവേ, ജീവിതത്തിന്റെ സാക്ഷികളായി മാറ്റണം. യേശുവേ ആരാധന. നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാം. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവകാരുണ്യ ഈശോ നിങ്ങളെ ആശീർവദിക്കാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. കരങ്ങൾ ഉയർത്തി ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവര് ആ നിയോഗങ്ങൾ സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ആശീർവദിക്കുന്നു. തീരാരോഗത്തിൽ കഴിയുന്നവര് ഉടമ്പടിയിലും പുതുക്കി നിയോഗം സമർപ്പിച്ചത് ഈശോ തൊടുന്ന വലിയ നിമിഷമാണ്. കർത്താവിന്റെ സന്നിധിയില് കർത്താവിത രോഗികള്, രോഗികള്, ഹൃദയ സംബന്ധമായ രോഗമുള്ളവര്, തൊഴിൽ രോഗമുള്ള എല്ലാവരിലേക്കും ദിവ്യകാരുണ്യത്തിന്റെ ശക്തി അഭിഷേകമായി തീരുന്നു. കർത്താവ് നിന്നെ തൊടുന്നു, നിന്റെ രോഗങ്ങളെ തൊടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമായ ആരാധന, ദിവ്യകാരുണ്യമേ, പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം.
പരിശുദ്ധ ദിവ്യകാരുണ്യമേ പരിശുദ്ധ ദൈവമാതാവേ, പരിശുദ്ധ പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവന് വേണ്ടിയും അമ്മേ മധ്യസ്ഥയായിരിക്കണമേ. അമ്മേ കൃപാസന മാതാവേ,